So I look forward to hearing from young Gokul about his experience, which may have been a very different one from mine as a campus debater. Well, Google's debating experience campus-luladum ellam like we would love to know. എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബ്രിട്ടനിൽ ചെന്നിട്ട് ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കിയിട്ട് ബ്രിട്ടീഷ് കൊളോണിയലിസം വെറും ബോറായിരുന്നു എന്ന് പറഞ്ഞ് ഈ സിംഹത്തിൻ്റെ മടയിൽ ചെന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയുടെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്തിട്ട് എത്രമാത്രം എനിക്ക് ഡിബേറ്റിനെ പറ്റി സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് ദെൻ ഞാൻ ക്യാമ്പസിലുള്ളപ്പോഴും like sir just said, Trivandrum had a very, very active debating circuit. And ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ as a person it has helped me, it has really helped me to, get that confidence to represent myself even today. Even in my district, when I am part of some conference where people far above my stage are sitting with me, it helps me to communicate. It also helps me to basically always think in terms of that attitude of reasoning, and it helps me to keep organized. Adellam, that is because I've been debating. More importantly, what I've realized over the years is that ഞാനൊക്കെ ഡിബേറ്റ് ചെയ്യുമ്പം നമ്മൾ ചിലപ്പം വളരെ ശക്തവും വ്യക്തവുമായിട്ട് വ്യൂസൊക്കെ മുമ്പോട്ട് വയ്ക്കും. പിന്നീട് നമുക്ക് സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് പലപ്പോഴും society might compel me, or even the way I've grown up might indicate that I have to act different from that. പക്ഷേ മറ്റേ സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ വാക്കാണ് സത്യം എന്നൊക്കെ പറയത്തില്ലേ, നമ്മളിതൊരു ഓഡിയൻസിൻ്റെ മുൻപിൽ പറഞ്ഞ കാര്യമാണ്. ഐ എം റെപ്രസെൻറ്റിങ് മൈ പേഴ്സണാലിറ്റി ത്രൂ മൈ ഡിബേറ്റ് ദാറ്റ് ദിസ് ഈസ് മൈ വ്യൂ, I am this way, and then you cannot go out of the stage and act in a different way. So it has made me a better person overall. And I think it has happened to many people who came into debating in the campus. പിന്നെ ഇവാനിയോസിൻ്റെ പേര് തന്നെ എന്താണ്, തെക്കിൻ്റെ JNU എന്നാണ് വിളിക്കുന്നത്. So Ivanios had a very rich culture of debating, and more importantly, debate has actually fostered a great deal of friendships, great deal of ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സൗഹൃദങ്ങൾ ആ ഡിബേറ്റിംഗ് സമയത്തിനെ കടന്ന് അതിന് മുകളിലോട്ട് വളർന്നിട്ടുമുണ്ട്. ആൻഡ് ദാറ്റ് ഐ ബിലീവ് ഹാസ് ബീൻ മൈ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് ആസ് പാർട്ട് ഓഫ് ദി ഡിബേറ്റിംഗ് സർക്യൂട്ട് ഓഫ് കേരള ഡ്യൂറിങ് ദോസ് ഇയേഴ്സ്. So this is the current generation to connect ചെയ്തവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഗൂഗിൾ where is coming from. So like your experience being spread out like across the country, across the world, like so how do you find being here with a new crowd? ഇപ്പോഴത്തെ ജനറേഷനിൽ നിന്ന് ഇപ്പം ഇതുപോലത്തുള്ള സ്റ്റേജിലേക്ക് വരുന്നവരുടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോംസ് ആയിട്ട് വരാറുണ്ട് ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസ്. അവരെ സാർ ഫോളോ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ അവരിൽ നിന്ന് യു നോർമലി അങ്ങനെ ഒരു ഫോളോ അപ്പ് നടത്താറുണ്ടോ? ലൈക്ക് എവരി വൺ ഫോളോസ് യു, ബട്ട് ഐ എം ആസ്കിങ് ഇൻ ദ അതർ വേ അറൗണ്ട്. അല്ല, നാണക്കേടഞ്ഞ് പറയണം, എനിക്ക് കോളേജ് ഡിബേറ്റ്സിൻ്റെ ക്വാളിറ്റി നന്നായിരിക്കും ഒരു സംശയവുമില്ല. അത് കാണാനും കേൾക്കാനും ഫോളോ ചെയ്യാനുള്ള സമയമില്ലാത്തതാണ് എൻ്റെ വലിയൊരു റിഗ്രറ്റ്. പക്ഷേ ഐ വോണ്ട് ടു എൻകറേജ് യു ഓൾ. ഒരു ദിവസം ഇവിടെ സംസാരിച്ച കാരണം നിങ്ങൾക്ക് വേറെ ഒരു വേദിയിൽ സംസാരിക്കാൻ അവസരം വരും. അത് ഒരു പക്ഷേ എനിക്ക് കാണാനും കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അപ്പോൾ ഡിബേറ്റിംഗ് യു മസ്റ്റ് ഡെഫിനറ്റ്ലി ഡു. നമ്മൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ഡിബേറ്റിങ്ങിൽ? ഒരു ലോജിക്കൽ ആർഗ്യുമെൻറ്റ് എന്തായാലും ഉണ്ടാവണം. നിങ്ങളുടെ കേസ് എന്താണ്, നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്, എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒന്ന്. രണ്ടാമത്തേത്, മറ്റേവർ പറയുന്ന ആർഗ്യുമെൻറ്റ്സിന് മറുപടി ഉണ്ടാവണം. ഇഫ് യു കാനോട്ട് റിഫ്യൂട്ട് ദെയർ ആർഗ്യുമെൻറ്റ്, ദെൻ നിങ്ങൾ പറഞ്ഞതിനെ വിശ്വസിക്കാൻ എന്തുകൊണ്ടാണ് ഓഡിയൻസിനോ ജഡ്ജിമാർക്കോ? ദേ വുഡ് നീഡ് ടു നോ എന്താണ് സംഗതി. മറ്റേവർ വേറെ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞ പോലെ അതിന് വല്ല മറുപടി ഉണ്ടോ, വല്ല റെഫ്യൂട്ടേഷൻ ഉണ്ടോ? മൂന്നാമത്തത്, യു ഷുഡ് ബി ക്ലിയർ. ഒരു ലോങ് വിൻഡഡ് സർക്കംലൊക്യൂഷ്യസ് ആർഗ്യുമെൻ്റ് കൊണ്ട് നമുക്ക് ആൾക്കാരുടെ മനസ്സെത്താൻ സാധിക്കില്ല. ചിലപ്പോൾ ഡിബേറ്റ്സിൽ ചില സ്പീക്കേഴ്സ് നേരിട്ട് മനസ്സിലാണ് എത്താൻ ശ്രമിക്കുക, ചിലവർ മനസ്സിനെ ഒഴിവാക്കി ഹൃദയത്തിൽ എത്താൻ ശ്രമിക്കും. ദേ മേക്ക് എൻ എമോഷണൽ അപ്പീൽ. ദാറ്റ് ക്യാൻ ഓൾസോ വർക്ക് ഡിപ്പെൻഡിങ് ഓൺ ദ ടോപ്പിക് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദി ഓഡിയൻസ്. ആൻഡ് അവസാനത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും കുറച്ചെങ്കിലും ഒരു ഹ്യൂമർ ഉണ്ടാവണം. നമ്മൾക്കൊരു ലൈറ്റ് ഹാർട്ടഡായിട്ട്, ഇത് ഒരു തർക്കമാണ്, നമ്മൾ ആരെയും ഇവിടെ കൊല്ലാൻ പോകുന്നില്ല, ഇവിടെ ആരും ഒരു യുദ്ധമല്ല,
നമ്മൾ ഫ്രണ്ട്സായിട്ട് ഒരു വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷേ മാന്യതയോടെ ഈ അഭിപ്രായങ്ങൾ വ്യത്യാസത്തിന് നമ്മൾ സംസാരിച്ച് റിസോൾവ് ചെയ്യണമെന്ന് ഒരു ഉപദേശം ഉണ്ടാവണം, ഒരു മനസ്ഥിതി ഉണ്ടാവണം. സോ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹ്യൂമർ ആൻഡ് ഗ്രേസ് ആൻഡ് ഫോർ എക്സാമ്പിൾ paying slight compliments to the opposition, or even if you want to attack the opposition. I remember once in a university, inter-university debates at IIT Kanpur. There was, in those days we used to have some of these debates where you were only given the topic literally 1 minute before you went on the stage. So all the speakers were kept locked up in a room. When the first speaker was going, they would be given the topic on samsarikum. Appo going on the stage, you just hear the previous speaker and you have to reply. Angane debates undayittundairunnu aa kalathe. It's not a very useful format, because the best debating, you should hear everything the other side is saying and you should say what you have to say. Shall I remember it was on the Green Revolution or a debate aayirunnu. Appo ആദ്യത്തെ സ്പീക്കർ പിന്നെ ഒരു പച്ച സാരി ഇട്ടിട്ട് വന്നിട്ടായിരുന്നു സംസാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ ഇവരുടെ ഗ്രീൻ റെവല്യൂഷന് എതിരെ സംസാരിച്ചു, പക്ഷെ അവരുടെ വേഷം കൂടി ഗ്രീൻ റെവല്യൂഷനെ പിന്തുണയ്ക്കണമല്ലോ. വെൻ ഷീ ടേൺ ഫ്രം ദ പോഡിയം ടു ഗോ ഡൗൺ ടു ദി ഓഡിയൻസ്, ദാറ്റ് ടു വാസ് എ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞു. അതോടെ ദ ഹോൾ അറ്റ്മോസ്ഫിയർ got relaxed and people started listening to me with more sympathy. So that kind of slight lightheartedness, in my view, never does any harm. And I would urge you all to think in that spirit, provided, of course, your jokes are neither offensive nor insulting to anybody, but are seen as being in good humor and good spirit. You can take on any topic. അത് മാത്രമേ എനിക്ക് പ്രത്യേകിച്ച് ഒരു പറയാനുള്ളൂ. പക്ഷേ നിങ്ങളെല്ലാവരുടെയും ഡിബേറ്റ് കേൾക്കാൻ നമ്മൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഐ വിഷ് യു ഓൾ വെരി ഗുഡ് ലക്ക് ആൻഡ് ബിഗ് സക്സസ് ടുഡേ. Thank you, sir. Well, I mean, we can have a few questions from the crowd to Q&A. I will just begin with it. Google എടുത്ത് തന്നെ ചോദിച്ചുകൊണ്ട് ഞാൻ just start ചെയ്യാം, just to wrap it up. Google, there's a saying like seeing is believing. നമ്മളെല്ലാവരും കണ്ട് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അത്ഭുതത്തോടു കൂടി ഗൂഗിളിനെ കാണുന്നത്, ഗൂഗിളിൻ്റെ വിഷ്വലി ഗൂഗിൾ ഓരോരുത്തരെ കാണുന്നത് എങ്ങനെയാണ്. ഇഫ് ഫോർ എക്സാമ്പിൾ, ബിക്കോസ് യു നോ ഹിം ആസ് എ റൈറ്റർ, ആസ് എൻ MP, ലൈക്ക് ആസ് എ സ്പോക്സ് പേഴ്സൺ, സോ മെനി ഡിഫറെൻറ്റ് ഏരിയാസ്. സോ ഹൗ ഡു യു വിഷ്വലി സീ ഹിം, ശശി തരൂർ എന്ന ആ ഒരു പേഴ്സണാലിറ്റി, ഹൗ യു വിഷ്വലി ഡ്രോ ദാറ്റ് പിക്ചർ? വാട്ട് ഈസ് ദാറ്റ്? നോ, അതായത് സീയിങ് ഇസ് ബിലീവിങ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും വി ആർ അലൂഡിങ് ടു സംതിങ് വെരി ഡേഞ്ചറസ്. ഐ മീൻ, you cannot don't believe everything that you see. Matte side le there is a saying that all that glitters is not gold, right? True. So അതുകൊണ്ട് കാണുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഏതാണ്ട് ഒരു സിനിമയിൽ ചോദിച്ചതുപോലെ, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മുടെ അപ്പൂപ്പനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എന്നിട്ടും അങ്ങനെ ഒരാളുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അങ്ങനെ ഒരാളില്ലെങ്കിൽ നമ്മളിവിടെ കാണില്ലല്ലോ. സോ ഫസ്റ്റ് തിങ് ഇസ്, I mean, all that we believe is not something that we see. And don't believe everything that you see. Seeing is believing എന്ന് പറഞ്ഞ അതേ ലാംഗ്വേജിൽ തന്നെയാണ് അപ്പിയറൻസസ് ആർ ഡിസെപ്റ്റീവ് എന്നും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ദെയർ. അതിനപ്പുറത്ത്, ഐ മീൻ, if you want to really draw a picture, you don't really need to see. Because നമുക്ക് അതാണ് നമ്മൾ ഇപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോ ലൈക്ക് 1930s സ്റ്റാർട്ട് ചെയ്ത ഒരു 1925 സ്റ്റാർട്ട് ചെയ്ത ഒരു സാധനം, ഓൾ ഇന്ത്യ റേഡിയോ ഈസ് സ്റ്റിൽ പോപ്പുലർ ത്രൂ ഔട്ട് ദ കൺട്രി. മാതൃഭൂമിക്ക് തന്നെ ക്ലബ് FM ഉണ്ട് ഇല്ലേ? ലൈക്ക് എല്ലാം വിഷ്വൽ ആയിരുന്നെങ്കിൽ മാതൃഭൂമി വുഡിൻ സ്റ്റാർട്ട് ക്ലബ് FM, റൈറ്റ്? സോ ആൻഡ് മോർ ഓവർ, അപ്പം ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ചുമ്മാ കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് റേഡിയോ കേൾക്കുമായിരുന്നു. അപ്പോൾ വൺ പേഴ്സൺ വാസ് ആസ്കിങ് ലൈക്ക് ഈ പറഞ്ഞ പർട്ടിക്കുലർ RJയുടെ വാട്ട് ഈസ് യുവർ അപ്പിയറൻസ്? അപ്പോൾ RJ പറഞ്ഞ മറുപടി രസമായിരുന്നു, കറുത്ത് തടിച്ച് വെളുത്ത് മെലിഞ്ഞ ഒരു രൂപമാണ് എൻ്റെ. ഓക്കെ, സോ basically you can draw pictures from the sound. Basically you can draw pictures from what you read about them. I mean, it's not always visual. There are all the 4 other senses. And New Age spiritualists ഒക്കെ പറയും 2-3 എക്സ്ട്രാ സെൻസും കൂടെ ഉണ്ടെന്ന്. So all that is there. ആബ്സല്യൂട്ട്ലി. ഇതെനിക്ക് പെട്ടെന്ന് വരുമ്പം എനിക്ക് കിങ് എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഡയലോഗ് ഓർമ്മ വന്നു, ഒരു 2 എക്സ്ട്രാ സെൻസ് കൂടുതലുണ്ട് എനിക്ക്.
So that's Google. Good one, Google. And so നേരത്തെ സാറ് പറയുകയുണ്ടായി ലൈക്ക് ഡിബേറ്റ്സ് എല്ലാം കുറവുണ്ട്. ഡിബേറ്റ്സ് എപ്പോഴും ഹ്യൂമറും അല്ലെങ്കിൽ വിറ്റിയൊക്കെ ആവുന്നത് ഭയങ്കര രസമാണെന്ന്. സോ ടു ബിഗിൻ അത് പറഞ്ഞുകൊണ്ട് അത് കണക്ട് ചെയ്ത് ഞാൻ സാറിനടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വേറെ ഒന്നുമല്ല. കുറേ നാളെ നമ്മളൊരു ടങ് ട്വിസ്റ്റർ സാറിൽ നിന്ന് കേട്ടിട്ട്, ബിക്കോസ് ലാസ്റ്റ് വൺ ഇഫ് ഐ ക്യാൻ റിമെമ്പർ ഇസ് ലൈക്ക് ഫ്ലോച്ചിനോച്ചി ഹെലിപ്പിഫിക്കേഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഏതെങ്കിലും ഒരു ടങ് ട്വിസ്റ്റർ ലൈക്ക് ഫോർ മാരവാനീസ് ഫോർ ദ ക്യാമ്പസ്, മേ ബി യു ക്യാൻ പിക്ക് ഫ്രോം ക്യാമ്പസ്, love, art, college, romance, students, anything out of the blue. അങ്ങനെ ഒരു ടങ് ട്വിസ്റ്റർ പറയാൻ ആവശ്യമുണ്ടോ? ശരിക്ക് there is a particular word which is sesquipedaliophobia. പക്ഷേ സെസ്ക്വിപെഡേലിയം പറഞ്ഞാൽ ലോങ് വേർഡ്സ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ ഒരു സെസ്ക്വിപെഡേലിയൻ എന്ന് പറയും. ലോങ് വേർഡ്സ് ഇഷ്ടപ്പെടാത്തോ അല്ലെങ്കിൽ ഭയപ്പെടുന്നവർ സെസ്ക്വിപെഡേലിയ ഫോബിയ അനുഭവിക്കുന്നവരാണ്. ആൻഡ് ദെൻ ദർ ഈസ് an even longer form of the word which says hippopotamo monstrosus sesquipedaliophobia. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാം വെച്ച് വലിയ വാക്കുകളെ പേടിപ്പെടുത്തുന്നതാണ്, അതാണ് ആ വാക്ക്. പക്ഷേ ഇതൊക്കെ ജോക്സായി എടുത്താൽ മതി. ശരിക്കുള്ള സംസാരത്തിൽ ക്ലിയറായിട്ടും എല്ലാവരും മനസ്സിലാക്കാൻ സാധിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുകയാണ് ബുദ്ധി. Because the purpose of talking or writing is to communicate. And when you are communicating to people, they need to understand you. So if every word you use is a word they don't understand, then you lose the essence of your message. അത് ചിലപ്പോൾ ഞാൻ സെൻറ്റ് സ്റ്റീവൻസ് കോളേജിൽ പഠിച്ച് ഉപയോഗിച്ച ഡിബേറ്റ്സിൽ ഉപയോഗിച്ച ചില വാക്കുകൾ അവിടുത്തെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ജനറൽ പബ്ലിക്കിന് മനസ്സിലാക്കാൻ സാധിക്കില്ലായിരിക്കും. അങ്ങനെയാണ് എൻ്റെ അനുഭവം ഉണ്ടായത്. 1-2 തവണ ട്വിറ്ററിൽ ഞാൻ ചില കാര്യങ്ങൾ എഴുതിയപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ ഞാൻ ഒരിക്കൽ എന്നെ അനാവശ്യമായിട്ട് നുണ പറഞ്ഞ് ആക്ഷേപിച്ച ഒരു ജേർണലിസ്റ്റിനെ കുറിച്ച് ഞാൻ എഴുതി ഫറാഗോ ഓഫ് ലൈസ് മിസ്റെപ്രസെൻറ്റേഷൻ എന്താണ് ഓഫ് ഹാഫ് ട്രൂത്ത്സ് മിസ്റെപ്രസെൻറ്റേഷൻസ് ആൻഡ് ഔട്ട്റൈറ്റ് ലൈസ് എന്ന് പറഞ്ഞ് എഴുതി. ഫറാഗോ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ കോളേജ് മുതൽക്ക് ഡിബേറ്റ്സ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഒരു കൺഫ്യൂസ്ഡ് മിക്സ്ചറാണ് ഫറാഗോൻ്റെ അർത്ഥം. പക്ഷേ അത് ഇന്ത്യയിൽ അത് കഴിഞ്ഞിട്ട് സെൻറ്റ് സ്റ്റീവൻസ് കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ വെളിയിൽ വേറെ ആരും പഠിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല, നിങ്ങൾക്ക് അറിഞ്ഞില്ല. അത് ഉപയോഗിച്ച കാരണം suddenly everyone was looking up the word, and the Oxford English Dictionary tweeted their puzzlement that out of the blue, a word which at most they would get 5 or 6 people looking up every day, within a few hours 1 million people from India had been looking up the meaning of Farago. അവരൊരു ട്വീറ്റ് ഇറക്കി. അപ്പോൾ അതിൻ്റെ കാരണം ഞാനാണെന്ന് ചിലവർ മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ അതായിരുന്നു ഒരു അമ്യൂസ്മെൻറ്റ്. അങ്ങനെയായിട്ട് ആൾക്കാരെ ഞാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ആളെന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ ഈ റെപ്യൂട്ടേഷൻ കെട്ടി. അതുകൊണ്ടാണ് എൻ്റെ പബ്ലിഷേഴ്സ് എൻ്റെ ഒരു പുസ്തകം ഇറക്കാൻ ഒരു അനൗൺസ്മെൻറ്റ് സാമൂഹ്യ മാധ്യമത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ടു ഡ്രോ അറ്റൻഷൻ ടു ദ ബുക്ക്, എല്ലാവരും പുസ്തകം പ്രകാശനം ചെയ്യേണ്ട പുസ്തകം റിലീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പുസ്തകത്തെക്കുറിച്ച് ജനങ്ങൾക്കൊരു ഒരു പിന്നെ അറിവ് കുറച്ച് കൂടുതലാക്കാൻ I said my new book, The Paradoxical Prime Minister, is more than just a 500-page exercise in floccinaucy nihilipilification. ആ വാക്ക് ഞാൻ മനഃപൂർവ്വം ഒരു തമാശന് വേണ്ടി എഴുതിയതാണ്. എനിക്ക് അറിഞ്ഞു ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അടുത്ത ട്വീറ്റിൽ അതിൻ്റെ അർത്ഥവും ഞാൻ പറഞ്ഞു കൊടുത്തു. Floccinaucy nihilipilification is supposed to mean the act of estimating someone or something as worthless. അപ്പോൾ ഞാൻ പ്രധാനമന്ത്രി ആക്ഷേപിച്ചത് അദ്ദേഹം വേർത്ത്ലെസ് എന്ന് പറയണത് മാത്രമല്ല, 500 പേജിലെ കാര്യങ്ങളും ആർഗ്യുമെൻസും അദ്ദേഹത്തിൻ്റെ ജീവിതകഥയും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ ഒരു വിശദീകരണം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് എഴുതിയത്. ഇത് വെറും ഫ്ലോക്സിനോസി നിഹിലിപ്പിലിഫിക്കേഷൻ അല്ല എന്ന് പറയാനാണ് ആ ട്വീറ്റ് ഇറക്കിയത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ നടന്നു. എല്ലാവർക്കും ഈ വാക്കിൻ്റെ അർത്ഥം പഠിക്കാനും മനസ്സിലാക്കാനും ഉപയോഗിക്കാനും ഒക്കെ അത് അതിന് റീട്വീറ്റ് ചെയ്തിട്ട് ആ പുസ്തകത്തെ കുറച്ചുകൂടി അറിവുണ്ടായിരുന്ന ആൾക്കാർക്ക് പ്ലസ് ഓഫ് കോഴ്സ് ഒരു കഷ്ടകാലം ഞാൻ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പോഴും അച്ഛനമ്മമാരൊരു പാവം ഒരു 4 വയസ്സോ 5 വയസ്സോ കുട്ടി എൻ്റെ മുമ്പിൽ ഉന്തിയിട്ട് ഈ വാക്ക് പറയും. അപ്പോൾ ഐ ഫീൽ സോറി ഫോർ ദീസ് ലിറ്റിൽ കിഡ്സ്. പക്ഷേ എനിവേ ഇഫ് ഇറ്റ് ഹസ് ബിക്കം പാർട്ട് ഓഫ് എ ഹ്യൂമറസ് വൊക്കാബുലറി ഇൻ കേരള, സോ ബി ഇറ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് സോ മച്ച് ഓഫ് ഇൻസൈറ്റ് ഫ്രണ്ട്സ്. എനിക്ക് സാറിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ലൈക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? ഐ മീൻ ഇത് ഒട്ടും ടോട്ടലി അൺപ്ലാൻഡ് ആയിരുന്നു. രാജേഷ് ഏട്ടൻ പെട്ടെന്ന് ഓഫ് ദ ടോപ്പ് ഓഫ് യുവർ ഹെഡ് ഒരു നല്ല ഒരു ഗുമ്മുള്ളൊരു വാക്ക് പറയുമ്പോഴത്തേക്കും എങ്ങനെ സാധിക്കുന്നത്? അത് കുറേ വായന ചെയ്ത കാരണം മാത്രമാണ്.
അതിലെനിക്ക് ചില ഭാഗ്യമുണ്ടായിരുന്നു. ഞാൻ വളരുമ്പോൾ ഒന്നാം കാര്യം ഞാനൊരു ഏക്കക്കാരനായിരുന്നു. ഒരു വലിയ സമയം, ഒരു പകുതി ജീവിതം എൻ്റെ കുട്ടിക്കാലത്തിൽ ഞാൻ ബെഡിൽ കിടന്ന് ശ്വാസം മുട്ടി ഉറങ്ങാൻ സാധിക്കാതെ ഇരിക്കുന്നൊരു കുട്ടിയായിരുന്നു. കണ്ണിങ്ങനെ വലിയ കണ്ണുകൊണ്ട് തുറന്ന് എന്താ ചെയ്യുക? ടെലിവിഷൻ ഇല്ല ആ കാലത്ത്, മൊബൈൽ ഫോൺ ആരും ആരും ആലോചിച്ചിട്ടില്ല, പിന്നെ ലാപ്ടോപ്പോ നിൻറ്റെൻഡോയോ പ്ലേ സ്റ്റേഷനോ ഒന്നും ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ശ്വാസവും ഇല്ല, വായിക്കണം. അപ്പോൾ ഞാൻ പുസ്തകങ്ങൾ വായിച്ചു. എൻ്റെ പ്രായത്തിനേക്കാൾ എത്ര ഞാൻ മൂത്ത കുട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലുണ്ടായിരുന്ന എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിക്കാൻ ശ്രമിച്ചു. മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും. അപ്പം അങ്ങനെ വായന ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൊക്കാബുലറി ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഭാഗ്യത്തോടെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മുത്തശ്ശൻ മുടുക്കൽ ആൾക്കാർ പിന്നെ വായനക്കാരായിരുന്നു. ആ സ്വഭാവം എനിക്ക് കിട്ടിയെന്ന് മാത്രമല്ല, ആ അസുഖം വന്ന കാരണം അതുമീത് ഇരട്ടിയായി കിട്ടി. അപ്പോൾ സ്ഥിരം വായിക്കുന്ന ഒരാൾ ഞാൻ അങ്ങനെ വായിച്ചിട്ട് പിന്നെ ഒരു വാക്കിനെ 4-5 പുസ്തകത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഡിക്ഷണറി നോക്കാൻ ആവശ്യമുണ്ടാവില്ല. ആ കോണ്ടെക്സ്റ്റ് നിന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും, അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വില ന്യൂസ് ഉണ്ടെങ്കിലോ വില ഇരട്ട അർത്ഥങ്ങളുണ്ടെങ്കിലോ അതൊക്കെ നമ്മൾ വായിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് എൻ്റെ വായന വഴിക്ക് എൻ്റെ വൊക്കാബുലറി ഭയങ്കര എക്സ്പാൻഡ് ചെയ്ത് വാക്കുകളൊക്കെ. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള സബ്ജക്ട്സ് എന്താണെന്ന് തോന്നി എല്ലാറ്റിനെയും കുറിച്ച് വായിച്ചു ഞാൻ. ചില സബ്ജക്ട്സിൽ കൂടുതൽ താല്പര്യം തോന്നി, ചില സബ്ജക്ട്സിൽ കുറഞ്ഞിട്ട്. പക്ഷേ വായന അനുസരിച്ചിട്ടാണ് എനിക്ക് ഈ വൊക്കാബുലറി വന്നത്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് വാക്കുകൾ തലയിൽ വരുന്നത് ഒരൊറ്റ കാരണത്ത് മാത്രമാണ് ഗോകുൽ. വായനയുടെ കാര്യം ഈ വാക്കുകളൊക്കെ തലയുണ്ട്. അവിടുന്ന് ഒരു റിട്രീവ് ചെയ്യാൻ ഒരു മൗസിൻ്റെ ക്ലിക്കും കൂടി ആവശ്യമില്ല. അത്രയുള്ളൂ. That's absolutely, he's blessed, that's it. I mean, English thesaurus is a term which we used to do, but this is a Tarurosaurus or something, we can term it, we can put a term. Tarurosaurus ആണ് പുസ്തകം പെൻഗ്വിൻകാർ ഇറക്കാൻ ആവശ്യപ്പെട്ടു. ഒരു പക്ഷേ അതിൻ്റെ ഒരു സീക്വലും കൂടി ഭാഷയെക്കുറിച്ചൊരു പുസ്തകം ഇറക്കണം നിർബന്ധിക്കുന്നുണ്ട്. നോക്കട്ടെ, സമയം കിട്ടാത്തതാണ് ബുദ്ധിമുട്ട്, പക്ഷെ നോക്കാം. And anyone from the audience would like to pitch in a question to Gokul or Shashi Tharoor sir, you have the moment, this is the moment. Good afternoon, sir. Good afternoon. എൻ്റെ ക്വസ്റ്റ്യൻ തരൂർ സാറിനോടാണ്. പറയൂ. നേരത്തെ ഗോകുൽ സർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബ്രിട്ടീഷ് പാർലമെന്റിൽ പോയ ഒരു സിംഹത്തെ പറ്റി. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ചേർന്നപ്പോൾ ആദ്യമായിട്ട് കേട്ടത് ആ ബ്രിട്ടീഷ് പാർലമെന്ററിൽ പോയ സിംഹത്തെ പറ്റിയായിരുന്നു. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, നമ്മൾ എപ്പോഴും പറയും ബ്രിട്ടീഷേഴ്സ് ലൂട്ടേഴ്സ്. അതിനോടൊപ്പം നമ്മൾ പറയുന്നതാണ് അവരുടെ നീഡിനാണെങ്കിൽ കൂടി ഇവിടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നതും അല്ലെങ്കിൽ ഇവിടെ പോസ്റ്റൽ ഇത് കൊണ്ടുവന്നു അങ്ങനെയൊക്കെ കൊണ്ടുവന്ന ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നതും ബ്രിട്ടീഷേഴ്സ് ആണെന്ന്. സോ ഹൂ റിയലി ഓപ്പ് ടു ഹൂം? ആരാണ് ശരിക്കും കടക്കാരൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് സർ? അല്ല, ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ, ഐ ഡിഡ്ന്റ് ഹിയർ ദ ക്വസ്റ്റ്യൻ പെർഫെക്റ്റ്ലി, പക്ഷേ ശരിക്കും കേട്ടിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടായിരുന്നു, അവരുടെ ഭരണത്തിനെ തുടരാൻ വേണ്ടിയിട്ടായിരുന്നു. അവർ ഒരു കാര്യം ഇന്ത്യക്കാരുടെ ഗുണത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. അവർ റെയിൽവേ കിട്ടിയതും കൂടി നമ്മളുടെ ഭാരതത്തിൻ്റെ സ്വത്തിന് എക്സ്ട്രാക്ട് ചെയ്ത് തുറമുഖത്തിലേക്ക് കൊണ്ടുപോകാനായിരുന്നു. അവർ പിന്നെ കോടതികൾ സ്ഥാപിച്ചാൽ പിന്നെ നിയമം ന്യായം കൊണ്ടുവരാൻ മാത്രമായിരുന്നില്ല, ഇംഗ്ലീഷുകാരെ സംരക്ഷിക്കാനും വള്ള ജഡ്ജിക്കാർ പിന്നെ ബ്രിട്ടീഷ് പിന്നെ അപരാധികളെ പ്രതികളെ ലൈറ്റ് സെൻറ്റൻസ് കൊടുത്തിട്ടും ഇന്ത്യക്കാരെ ശിക്ഷിച്ചിട്ട് അവരെ പണിഷ് ചെയ്യാനുമായിരുന്നു അവർ പ്രവർത്തന രീതി. അതൊക്കെ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്ന കാരണം നമ്മൾക്ക് റെയിൽവേസ് ഉണ്ട്, കോടതിയുണ്ട്, പാർലമെൻ്ററി സിസ്റ്റമുണ്ട്, ഇംഗ്ലീഷ് ഭാഷയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് അവരിതൊക്കെ കൊണ്ടുവന്നത്? അവരുടെ ഭരണത്തെ തുടരാൻ മാത്രമല്ലേ? അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം ഇതിനൊന്നും ആവശ്യമുണ്ടാകുന്നില്ല. കോളനൈസേഷൻ ഇല്ലാതെ ആ ബുദ്ധിമുട്ടും ചിലവ് അനുഭവിക്കാതെ നമ്മൾക്ക് കാശ് കൊടുത്ത് റെയിൽവേസ് മേടിക്കായിരുന്നു. ഒരു കാര്യം മറക്കരുത്, ബ്രിട്ടീഷുകാർ വരുമ്പോൾ ഇന്ത്യ ലോകത്തിലത്തെ എല്ലാം വെച്ച് വലിയ ടെക്സ്റ്റൈലും കോട്ടൺ എക്സ്പോർട്ടറായിരുന്നു ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന കോട്ടൺ പ്രോഡക്ട്സ് റോമൻ എംപയറിൻ്റെ കാലം മുതൽക്ക് ലോകപ്രസിദ്ധമായിരുന്നു. ആ സമയത്ത് പിന്നെ 2000 വർഷത്തിനേക്കാൾ കൂടുതൽ മുമ്പ് പ്ലിനി എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ചില ആ കാലത്ത് റോമൻ സെനറ്റിൽ നടക്കുന്ന ഡിബേറ്റ്സിൽ സെനറ്റേഴ്സ് പറഞ്ഞു, നമ്മളുടെ സ്വത്തൊക്കെ നമ്മൾ ഇന്ത്യക്ക് അയക്കുന്നുവല്ലോ, നമ്മളുടെ ആൾക്കാർ, നമ്മുടെ സ്ത്രീകൾ ഇന്ത്യൻ ലിനനും ഇന്ത്യൻ മസ്ലിനും വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്ത്, നമ്മളുടെ രാജ്യത്തിനെ അവർ ഭരിക്കുന്ന കാരണം ഈ ഇൻഡസ്ട്രീസിനെ നശിപ്പിക്കുന്ന മാത്രമേ അതിനെ ആദ്യം നല്ലോണം ടാക്സ് ചെയ്തു. നമ്മളുടെ ആൾക്കാരെ ടാക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന കാശ് കൊണ്ട് എടുത്തിട്ട് നമ്മളുടെ ചില ആവശ്യമുള്ള കാര്യങ്ങൾ അവർ മേടിക്കുകയും ചെയ്തു. അപ്പോൾ പണ്ട് കാലത്ത് അവർ ഇംഗ്ലണ്ടിൽ പണം കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഓരോരോ കാര്യങ്ങൾ മേടിക്കണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ സ്വന്തം പണം എടുത്തിട്ട് അത് ഒരു ചെറിയ ഭാഗം കൂടെ ചിലവാക്കി ബാക്കിയെല്ലാം ഇംഗ്ലണ്ടിൽ അയച്ചതാണ്. അങ്ങനെയാണ് ഇത്ര വലിയ പ്രോസ്പെറസ് രാജ്യം ദാരിദ്ര്യത്തിൽപ്പെട്ടത്.
അപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാർ വരുമ്പോൾ 1700-ൽ ലോകത്തിന് ആഗോള GDP-ൻ്റെ 27% നമ്മളുടെ ഇന്ത്യയുടെ ആയിരുന്നു. ഇപ്പോൾ അറിയപ്പെടുന്ന ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്നിച്ച് നോക്കിയാൽ 27%. 1800 ആകുമ്പോഴേക്കും അത് 23% വരെ വീണു. 1947 ബ്രിട്ടീഷുകാർ വിടുമ്പോൾ 3% വരെ വീണിട്ടുണ്ടായിരുന്നു. കാരണം ബ്രിട്ടീഷുകാർ നമ്മളെ അത്രത്തോളം നമ്മളുടെ എല്ലാ സ്വത്തിനെയും ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ട് നമ്മളെ 90% ഭാരതീയരെ ദാരിദ്ര്യത്തിൽ ഇറക്കി മുക്കിയിട്ടാണ് അവർ സ്ഥലം വിട്ടത്. അപ്പോൾ എനിക്ക് എങ്ങനെ ഒരു നന്ദി തോന്നാൻ സാധിക്കും? അവർ എന്ത് തന്നാലും അവർക്ക് ഒരു നന്ദി തോന്നാൻ എനിക്കൊരു താല്പര്യമില്ല. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൂടി അവരൊരു ലിമിറ്റഡ് എമൗണ്ട് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ഒരു 90% ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്കൂളും കോളേജുകളും ഇന്ത്യക്കാർ തുടങ്ങിയതാണ്. കാരണം നമ്മൾക്ക് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പഴക്കണമല്ലോ, നമ്മളെ ആൾക്കാർക്ക് ഭാഷ അറിയട്ടെ പറഞ്ഞ് അവർ സ്ഥാപിച്ചതാണ്. ബ്രിട്ടീഷുകാർ 1930 ഒരു അമേരിക്കൻ ഹിസ്റ്റോറിയൻ വന്നിട്ട് എഴുതി കണ്ടുപിടിച്ചതാണ്. 1930 അവരുടെ എഡ്യൂക്കേഷൻ ബഡ്ജറ്റ് ഈ ഹോൾ ഓഫ് ഇന്ത്യ, ആ കാലത്ത് 30 കോടി ആൾക്കാർ താമസിക്കുന്ന ഹോൾ ഓഫ് ഇന്ത്യയിൽ അവർ എഡ്യൂക്കേഷൻ ബഡ്ജറ്റ് ന്യൂയോർക്ക് സ്റ്റേറ്റിൻ്റെ ഹൈസ്കൂൾ ബഡ്ജറ്റിൻ്റെ അത്രയും കൂടി ഉണ്ടായിരുന്നില്ല. അവർ നമ്മളെ നന്നാക്കാൻ വേണ്ടി ഒന്നും ചെയ്യാനും ഒരു പൈസ ചിലവാക്കാനും ആഗ്രഹിച്ചവരല്ല. അതുകൊണ്ടാണ് പക്ഷെ അതായിരുന്നു താങ്കളുടെ ചോദ്യം. ക്ലിയർ അതല്ലേ? മനസ്സിലായി? താങ്ക് യു സർ. അവിടെ പറഞ്ഞ വലിയ മില്യൺ എമൗണ്ട് ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ സർ? സോറി, എന്ത് സർ? അന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ പറഞ്ഞിരുന്നല്ലോ ഇത്ര വലിയൊരു എമൗണ്ട് നമുക്ക് കടമായിട്ട് ശരിക്കും ബ്രിട്ടൻകാർ തരാനുണ്ടെന്ന് ഇവിടുന്ന് ലൂട്ട് ചെയ്തതിന്. ആ എമൗണ്ട് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ സർ? എനിക്ക് തന്നെ അറിയില്ല അത് എവിടെ പെട്ടുപോയിന്ന്. നോക്കൂ, ഒരു ചെറിയൊരു തുണ്ട് കടലാസാണ് നിങ്ങൾ ഓക്സ്ഫോർഡ് ഡിബേറ്റിൽ കണ്ടത്. പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ അതും കൂടി ഉണ്ടായിരുന്നില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നതാണ്. താങ്കളിപ്പോൾ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞതാണ്. എല്ലാറ്റിലും ഓക്സ്ഫോർഡ് ഡിബേറ്റിൽ ചെറിയ തുണ്ട് കടലാസ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ സൈഡിൻ്റെ അവസാനത്തെ സ്പീക്കറായിരുന്നു ഞാൻ. അപ്പോൾ മറ്റേ സൈഡിൽ നിന്ന് ആൾക്കാർ പറഞ്ഞ ആർഗ്യുമെൻസിനൊക്കെ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോട്ട് എഴുതുമായിരുന്നു ആ ചെറിയ തുണ്ടിൽ. പക്ഷേ ഒരു വലിയൊരു കടലാസ് നമ്മൾ കൈവച്ച് വായിക്കാൻ തുടങ്ങിയാൽ that becomes a barrier between you and the audience. നമ്മളുടെ ഇടയിൽ ഓഡിയൻസും സ്പീക്കറിൻ്റെ ഇടയിലൊരു തടസ്സമായി മാറി വരും. നമ്മളൊരു പ്രഭാഷണം കേൾക്കുമ്പോൾ വ്യക്തിയുടെ ഒപ്പം ഒരു നേരെ ഒരു ഐ കോൺടാക്ട് ഉള്ളപ്പോഴാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചുരുങ്ങിയ അവസരത്തിൽ ഒരു ഫോമൽ ലെക്ചർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫോമൽ ലെക്ചറിൻ്റെ ഒരു ടെക്നിക്കൽ സബ്ജക്റ്റിലൊരു ഫോമൽ ലെക്ചർ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. അതും കൂടി കാരണം ലെക്ചർ ഒരു ക്ലിയർ ടെക്സ്റ്റ് ആയാലേ കോംപ്ലിക്കേറ്റഡ് ഐഡിയാസ് നമ്മൾ പറയാൻ സാധിക്കും. പക്ഷേ മലയാളത്തിൽ 99% എൻ്റെ പ്രസംഗങ്ങൾ ഞാൻ വെറും കാരണം എനിക്കിവിടെ വോട്ടും ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ ജനങ്ങളുടെ ഒപ്പം ഒരു നേരിട്ടൊരു സമ്പർക്കം ചെയ്യാനാണ് നമ്മുടെ പ്രസംഗങ്ങളൊക്കെ. അപ്പോൾ അവരെ കണ്ടിട്ട് അവർ കണ്ണിൽ നോക്കി നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് പറയണമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഞാൻ ഒരു ചെറിയ തുണ്ട് കടലാസ് മറ്റേവരുടെ ആർഗ്യുമെൻറ്റ്സ് നോട്ട് ചെയ്യാൻ, അതിൻ്റെ മറുപടി നോട്ട് എന്നെ ഓർമ്മപ്പെടുത്താനാണ്. പ്രത്യേകിച്ച് ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് വേറെ കാര്യമാണ്. ടൈം ലിമിറ്റ് 8 മിനിറ്റ് ആയിരുന്നു. പക്ഷേ അവർ ബെല്ലടിച്ചില്ല. എൻ്റെ പ്രസംഗം ഇരിക്കുന്ന ഓഡിയൻസിന് അത്രത്തോളം ഇഷ്ടപ്പെട്ട കാരണം ആ ബെല്ലടിക്കുന്നവർ ബെല്ലടിച്ചില്ല. ഞാൻ സംസാരിച്ച് തീർക്കുമ്പോഴേക്കും 12 മിനിറ്റായി. പക്ഷേ ശരിക്കും 8 മിനിറ്റ് ആയിരുന്നു ടൈം ലിമിറ്റ്. എല്ലാം സമയത്ത് പറയാൻ വേണ്ടി റാമ്പിൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ പോയിന്റുകളും തുണ്ട് കടലാസ് എഴുതി വെച്ചത്. താങ്ക് യു. നമസ്കാരം സാർ. എൻ്റെ ചോദ്യം ഗോകുൽ സാറിനോടാണ്. സാർ ഒരു ബ്യൂറോക്രാറ്റ് ആണ്. അപ്പം ബ്യൂറോക്രാറ്റ് എന്ന രീതിയിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആകുന്നതാണോ അതോ നമ്മുടെ എത്തിക്സ് അപ്ഹോൾഡ് ചെയ്തതാണോ ബ്യൂറോക്രാറ്റിൻ്റെ സർവൈവലിന് നല്ലത്? ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഞാനൊരു കുഞ്ഞു കുട്ടിയാണെന്നാണ്, ബ്യൂറോക്രാറ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ദെയർ. സി ethics, the problem with the whole idea is that you think that if you become flexible today you will be able to survive. പക്ഷേ if you become flexible once, number one, people continue to expect you to be flexible. നമ്മൾ പിന്നെ ഓരോ ആൾക്കാരും നമ്മുടെ മുകളിൽ ഡിമാൻഡ് ചെയ്യും. പ്ലസ് ഒരു പ്രാവശ്യം ഞാൻ ഫ്ലെക്സിബിൾ ആയാൽ നമ്മൾ വിചാരിക്കും പോലെയല്ല, ദ ഹോൾ ഓഫ് യുവർ ക്രൗഡ് വിൽ നോ ഇറ്റ്. ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം എന്തെങ്കിലും കാര്യത്തിന് ഫ്ലെക്സിബിളായി ഇഫ് ഐ ഒന്ന് കണ്ണടച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആൾ വന്നിട്ട് ഈ കാര്യം പറഞ്ഞിട്ടായിരിക്കും എൻ്റെ അടുത്ത് വേറൊരു കാര്യം ഡിമാൻഡ് ചെയ്യുന്നത്. ദിസ് ഫസ്റ്റ് ആക്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റി വിൽ ബി ഹാങ്ങിങ് ഓവർ മൈ ഹെഡ് ലൈക്ക് ദ സ്വാർഡ് ഓഫ് ഡെമോക്രസ്. അതുകൊണ്ട് എൻ്റെ സർവൈവലിന് എപ്പോഴും നല്ലത് അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ബിക്കോസ് ഇഫ് ഐ കീപ് മൈസെൽഫ് അപ്രൈറ്റ് ദർ വിൽ ബി നത്തിങ് വിത്ത് എനിബഡി, ദർ വിൽ ബി നോ സ്കെലിറ്റൻസ് ഇൻ ദ ക്ലോസറ്റ്. എനിക്കെതിരെ ആൾക്കാർക്ക് എടുത്ത് ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. അവരെന്നെ എന്തുപയോഗിച്ച് വാട്ട് വിൽ ദേ യൂസ് ടു മലൈൻ മീ, എന്തുപയോഗിച്ച് അവരെന്നെ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തുപയോഗിച്ച്
what will they use to bring me down? When you are honest to the best possible degree, people won't have any weapons to use against you, and therefore it is always better to be upright, honest. That is the best policy as a bureaucrat. എപ്പോഴും സത്യം പറഞ്ഞാലേ നമ്മൾക്ക് എന്ത് നുണ പറഞ്ഞെന്ന് ഓർക്കാൻ ആവശ്യമുണ്ടാവില്ല. എപ്പോഴും സത്യം പറയാൻ എളുപ്പം. അതാണ് എൻ്റെ ഫിലോസഫി. അല്ലെങ്കിൽ ഏത് നുണ ആരോടാ പറഞ്ഞതെന്ന് ചിലവർ തെറ്റിയിട്ട് ഓർമ്മ വയ്ക്കും. അതോടെ ഒരു കുഴപ്പമുണ്ടാവാൻ സാധിക്കുക. ഞാൻ പലവരും ഇങ്ങനെ ചെയ്യണത് കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാവരോടും സത്യം പറയാം, അതിന് എളുപ്പം. ഇറ്റ് മേ ഹേർട്ട് സം പീപ്പിൾ, ബട്ട് ഇൻ ദി എൻഡ് ഇറ്റ്സ് ബെറ്റർ ഇൻ ദ ലോങ് റൺ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എൻ്റെ ചോദ്യം ശശി തരൂർ സാറിനോടാണ്. ആസ് എ യൂത്ത്, ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ ഡെമോക്രാറ്റിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് ഉള്ള ഒരു കൺട്രി എന്ന നിലയിൽ ആ യൂത്തിൻ്റെ മൊത്തം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനുള്ളതാണോ? അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ സാറിന് അതിന് പറയാനുള്ള സജഷൻസ് എന്തൊക്കെയാണ്? യൂത്തിൻ്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് പല കുറവുണ്ടെന്നൊരു സംശയമില്ല. അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ്. യൂത്തിൻ്റെ ഈ തൊഴിലില്ലായ്മ കേരളത്തിലാണ്. ഇന്ത്യയിൽ കശ്മീർ ഒഴിച്ചിട്ട് ഇന്ത്യയിലെ എല്ലാം വെച്ച് വേഴ്സ് സംസ്ഥാനം കേരളമാണ്. അപ്പം 25 വയസ്സിനേക്കാൾ താഴെയായ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ 40% എത്തി. അതൊരു റെക്കോർഡാണ്. അപ്പോൾ ആ സ്ഥിതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കോളേജ് ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ജോലി തരുമ്പോൾ കേരളത്തിൽ ജോലി ഇല്ല എന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾ സ്ഥലം വിട്ടു പോവും. അതാണ് കൂടുതൽ സംഭവിക്കുന്നത്. നല്ല പേര് നമ്മളുടെ ഗ്രാജുവേറ്റിംഗ് സ്റ്റുഡൻസ് ഒന്നുമല്ലെങ്കിൽ വേറെ സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾക്ക് മാറുന്നു. ഇന്ത്യ മൊത്തം യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ സ്ഥിതിയിൽ യൂത്തിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യും? ഒന്ന്, ദേ മസ്റ്റ് ബി ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ UDFൻ്റെ പ്രകടന പത്രിക എഴുതുന്ന ചുമതല കിട്ടിയപ്പോൾ ഞാൻ പ്രത്യേകിച്ച് താങ്കളെ പോലുള്ള ആൾക്കാരെ കോളേജ് ക്യാമ്പസസിൽ കണ്ട് ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളതാണ്? അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിൽ കോളേജിനകത്ത് കയറാൻ അവകാശം ഉണ്ടായിരുന്നില്ലെങ്കിലും പലരും വെളിയിൽ വന്നിട്ട് ഓരോരു ടോക്ക് ടു തരൂർ എന്ന് പറഞ്ഞൊരു ഞങ്ങൾ ചടങ്ങുകൾ 8-10 കേരളം മൊത്തം നടത്തി. അവിടെ ആൾക്കാർ വന്ന് ഇതൊക്കെയാണ് പറഞ്ഞത്. ഒരു കുട്ടി കൊച്ചിയിലത്തെ ഒരു ലേഡീസ് കോളേജ് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഇൻറ്റേൺഷിപ്സ് ഉണ്ടാകൂടാ? വെരി ഗുഡ് ഐഡിയ. പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ കാലത്ത് പല കാര്യങ്ങൾ ഓൺലൈനിൽ ചെയ്യാൻ സാധിക്കും. വൈ കാൺ കമ്പനീസ് ടേക്ക് സ്റ്റുഡൻസ്? ഒരു ചെറിയ ഒരു ഓണറേറിയം കൊടുത്താൽ മതി. ശമ്പളം എന്ന് പറഞ്ഞൊരു വാക്കുണ്ടാവാൻ സാധിക്കില്ല അവർക്ക്. പക്ഷേ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ കോളേജ് സ്റ്റഡീസ് കഴിഞ്ഞ ശേഷം എല്ലാ ദിവസവും 2, 3, 4 മണിക്കൂർ വരെ ഒരു ഓൺലൈൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ട് പെർഹാപ്സ് ഈ 2 ആഴ്ചയിൽ ഒരു ദിവസം ആ കമ്പനിയിലേക്ക് പോവുകയും ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ യുവർ സ്കെഡ്യൂൾ ആൻഡ് വാട്ട് യു അഗ്രി വിത്ത് ദ കമ്പനി. എന്നിട്ട് ഈ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ പിന്നെ ആ കമ്പനിയുടെ പ്രവർത്തനം നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കമ്പനിക്ക് നിങ്ങളെക്കുറിച്ചും അറിവുണ്ടാവും. അപ്പോൾ ഒരു മ്യൂച്വൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ അവരെന്നെ നിങ്ങളെ ആഗ്രഹിക്കുള്ളൂ ജോലി തരാൻ. അവരെന്തിനാണ് അറിയാത്തവരെ തരേണ്ടി വരിക? പക്ഷേ ഈ അനുഭവത്തിന് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താങ്കളുടെ ഒരു സ്റ്റുഡൻ്റായിട്ട് താങ്കൾക്ക് പൂർണ്ണ അവകാശമുണ്ട് വേറൊരു ഫീൽഡിലേക്ക് നോക്കാനോ വേറൊരു കമ്പനിക്ക് പോകാനോ അല്ലെങ്കിൽ ഇവിടുന്ന് പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്വന്തം ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ ആ അവകാശങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു ഉദാഹരണമാണ്. അത് ചിലവർ ഇൻറ്റേൺഷിപ്പ് പറയും, ചിലവർ എക്സ്റ്റേൺഷിപ്പ് എന്ന് പറയും. കാരണം എക്സ്റ്റേൺ ബിക്കോസ് യു ആർ നോട്ട് ഇൻസൈഡ് ദ കമ്പനി. നിങ്ങളുടെ കോളേജ് ക്യാമ്പസ് മുറി ഇരുന്നിട്ടാണ് നിങ്ങളൊക്കെ ലാപ്ടോപ്പിൽ ഇതൊക്കെ ചെയ്യുന്നത്. അതൊരു സാധ്യത, ഒരു നല്ലൊരു ഐഡിയ ആണ്. വേറൊരു ഐഡിയ ആണ്, നമ്മളുടെ കേരളത്തിൽ നമ്മളൊരു ഇൻസെൻറ്റീവ് കൊടുത്താൽ, പ്രത്യേകിച്ച് ഈ സയൻസ് ആൻഡ് എൻജിനീയറിങ് സിറ്റുവേഷൻസിൽ കമ്പനീസ് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും. ആ ഐഡിയയെ ഡെവലപ്പ് ചെയ്യാനോ അതിനെ മാർക്കറ്റബിൾ ആക്കുമെന്ന് തീരുമാനിക്കാനുള്ള അവർക്ക് സ്റ്റാഫ് ഉണ്ടാവില്ലായിരിക്കും. അപ്പം അതിനൊരു വലിയൊരു ഒന്നുമില്ലെങ്കിൽ ആൾക്കാരെ ഹയർ ചെയ്യണോ അല്ലെങ്കിൽ വേറെ വെളിയിലത്തെ വല്ലവരെയും ഒരു കൺസൾട്ടൻസി കമ്പനിക്ക് പോകണ പകരം അവരൊരു യൂണിവേഴ്സിറ്റി പോയിട്ട് നിങ്ങൾക്ക് വല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ടോ, ഈ ഐഡിയയെ ഇതിൽ പ്രവർത്തിച്ചിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്ത് ഇതിൻ്റെ ഫീസിബിലിറ്റി മനസ്സിലാക്കാനും ഹൗ ഇറ്റ് വിൽ വർക്ക് എന്നൊക്കെ പഠിക്കാനും റിസർച്ച് ചെയ്യാനും ആളുണ്ടോ എന്ന് ചോദിച്ചാൽ വി വിൽ പേ ദ മണി ടു ഡു ദ നെസസറി വർക്ക്. എന്നിട്ട് നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്ത ശേഷം ഒരു മാർക്കറ്റബിൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അതിൻ്റെ പ്രോഫിറ്റ്സോ റോയൽറ്റീസ് പകുതി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയും സ്റ്റുഡൻസും തരാമെന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും ഒരു വിൻ വിന്നായി. കമ്പനിക്ക് ഒരു ഐഡിയ മുന്നോട്ട് കൊണ്ടുപോകാൻ ചുരുങ്ങിയ ചെലവിൽ ചെയ്യാൻ സാധിക്കും. യൂണിവേഴ്സിറ്റിക്ക് ഒരു പുതിയൊരു പ്രോജക്റ്റ് കിട്ടും. കുട്ടികൾക്ക് അവരുടെ ഗ്രേ സെൽസിനെ എക്സസൈസ് ചെയ്യാനും അവർക്കൊരു പുതിയൊരു റിയൽ വേൾഡ് ചാലഞ്ചിലെത്താനും അവർക്കൊരു സാധ്യതയായി. അത് അമേരിക്കയിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അത്ര വലിയ അൺയൂഷ്വൽ അല്ല. അക്കഡീമിയ ഇൻഡസ്ട്രി കൊളാബറേഷൻ.
പക്ഷെ അത് ഇന്ത്യയിലില്ല, ആ സ്വഭാവം ഇല്ല. അതിന് നമ്മൾ കൊണ്ടുവരണം. ഞാൻ എൻ്റെ 1.5 വർഷക്കാലം മിനിസ്ട്രിയിൽ ഞാൻ MOS ആയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു ഐഡിയ ആണത്. അത് ഇപ്പോഴും യാഥാർത്ഥ്യമാവാത്ത എനിക്ക് വലിയൊരു സങ്കടമുണ്ട്. മൂന്നാമത്തെ ഐഡിയ, ഞങ്ങളെ ഭരിക്കുന്ന സമയത്ത് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഞങ്ങളൊരു നിയമം പാസ്സാക്കി, ഇന്ത്യയിൽ ആരെങ്കിലും ഒരു പോളിടെക്നിക് അഥവാ സ്ഥാപിക്കാൻ പെർമിഷൻ ആവശ്യപ്പെട്ടാൽ the permission will only be given if they have a relationship with an industry within 30 kilometers of the campus. അപ്പോൾ ശരിക്കും നിലവിൽ നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലത്തെ ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രോസസ്സസിനെ കുറിച്ച് സ്റ്റുഡൻസ് അറിവുണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ പകുതി പോളിടെക്നിക്സിൽ 30 വർഷം മുമ്പ് ഗ്രാജുവേറ്റ് ചെയ്ത ടീച്ചർമാർ 50 വർഷം മുമ്പ് പഠിച്ച ടെക്നിക്സും ടെക്സ്റ്റ് ബുക്സും പഠിപ്പിച്ചാൽ ഈ ഇന്നത്തെ ലോകത്തിൽ അതൊരു ഉപയോഗമില്ല. അതാണ് നമ്മളുടെ ഒരു അനുഭവം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. മാതൃഭൂമിക്കാർ ആദ്യം ഒരു ടെലിവിഷൻ ചാനൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എന്നെ വിളിച്ചു പുതിയ സ്റ്റുഡിയോ കാണാൻ. അപ്പോൾ അവിടെ ഞാൻ 2-3 റീസെൻറ്റ് ഗ്രാജുവേറ്റ്സിനെ കണ്ടു. അവരുടെ കൺട്രോൾ റൂം സ്റ്റുഡിയോനകത്ത് ഹൈടെക് ഗാഡ്ജറ്റ്സിനൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ പഠിച്ചത്? ഞങ്ങൾ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ ടെലിവിഷൻ പ്രൊഡ്യൂസിംഗ് പഠിച്ചു വെച്ചു? പഠിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിത് എളുപ്പമല്ലേ, നിങ്ങളിതൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ? അവർ പറഞ്ഞു, സാറേ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കാണിച്ചു തന്ന എക്വിപ്മെൻറ്റിനെക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ആണിത്. ഇതൊക്കെ ഞങ്ങളിവിടെ മാതൃഭൂമിയിൽ വന്ന ശേഷം ഞങ്ങൾക്ക് വീണ്ടും പഠിക്കേണ്ടി വന്നു എന്നാണ് അവർ പറഞ്ഞത്. അത് നടക്കില്ല 20-ാം നൂറ്റാണ്ടത്തിൽ. ടെക്നോളജി ഈസ് മൂവിങ് ഫാസ്റ്റ്. നമ്മൾ ഈ പഴയ എക്വിപ്മെൻറ്റും പഴയ ടെക്നിക്സും പഠിപ്പിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഗുണമുണ്ടാവണം മൂല്യം. സോ കണക്ഷൻ ടു ദ റിയൽ വേൾഡ്. ഇന്നൊരു മാസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻറ്റ് ടെലിവിഷൻ പ്രൊഡ്യൂസിങ് ചെയ്യുകയാണെങ്കിൽ മാതൃഭൂമിയുടെയോ അല്ലെങ്കിൽ വേറൊരു ചാനലിൻ്റെ സ്റ്റുഡിയോ പോയിട്ട് അത് കണ്ട് അവർ എങ്ങനെയുള്ള എക്വിപ്മെൻ്റാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അവർ പ്രവർത്തനം, ഒരു റിയൽ എക്സ്പീരിയൻസ് കിട്ടിയാലേ അവർക്ക് ഗുണം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് വെറും 3 ഐഡിയയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഐഡിയാസ് വെച്ചിട്ട് കുട്ടികൾ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് റിയൽ വേൾഡിൽ ജോലി കിട്ടാനും തൊഴിലോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനൊരു ആവശ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഐ എം പ്രിപ്പയർഡ് ടു ഫൈറ്റ് ഫോർ ദിസ്. അതിന് സർക്കാരിൻ്റെ വക ചില ഇൻസെൻറ്റീവ്സ് ഉണ്ടാവണം, കോളേജിൻ്റെ വക കോളേജ് ക്രെഡിറ്റ്സ് ഉണ്ടാവണം, സർക്കാർ ടാക്സ് ബ്രേക്സ് കൊടുക്കണം കമ്പനീസിന്, എല്ലാവർക്കും ആക്കി ഒരു വിൻ വിൻ ആക്കണം. ഇത് നമ്മുടെ സാമൂഹ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് യൂണിവേഴ്സിറ്റീസിനും കമ്പനീസിനും സ്റ്റുഡൻസിനും എല്ലാവർക്കും ഒരു വിജയമായി മാറി വരാനുള്ള രീതികൾ നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ യൂത്തിൻ്റെ പൊട്ടൻഷ്യലിനെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് നയിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസ്. ഞങ്ങളൊരു സർവേ നടത്തി കേരള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനൊപ്പം. അതെന്ത് കണ്ടുപിടിച്ചു? ഞങ്ങൾ 66% ഗ്രാജുവേറ്റ്സ് പറഞ്ഞു ഞങ്ങളിപ്പോൾ നിലവിൽ എടുക്കുന്ന ജോലികൾ, അത് ജോലി ഉള്ളവർ കേട്ടോ, നമ്മൾ നിലവിൽ എടുക്കുന്ന ജോലികൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ആവശ്യമുണ്ടായിരുന്നില്ല. അതാണ് അവരുടെ അനുഭവം. അപ്പോൾ ഒന്നുമല്ലെങ്കിൽ അവർ പഠിച്ചത് ഒരു ക്വാളിറ്റി ശരിയായിരുന്നില്ല, ആ ഫീൽഡിൽ അവർക്ക് ജോലി കിട്ടിയില്ല. അല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് പ്ലേസിൽ അവർ പഠിക്കുന്ന സ്കിൽസ് എല്ലാം ആവശ്യമുള്ളത്. അപ്പോൾ എങ്ങനെ യൂത്തിന് ആൾക്കാർ എംപ്ലോയ് ചെയ്യും അവരുടെ ചോസൺ ഫീൽഡിൽ? അച്ഛനമ്മമാർ നിർബന്ധിച്ചിട്ട് കുട്ടികളെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറയുന്നു. പക്ഷെ പഠിച്ച ശേഷം തൊഴിലില്ലെങ്കിൽ ഇന്നും കൂടി ഒരു 10,000 കൂടുതൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് കേരളത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റേർഡാണ്. അപ്പോൾ പഠിച്ചതിൻ്റെയൊക്കെ ഒരു വേസ്റ്റായില്ലേ? ഇതിനെയൊക്കെ മാറ്റാനാണ് ഞാൻ പറയുന്നത്. വി നീഡ് ടു ഡു ഓൾ ദിസ്. ഓഫ് കോഴ്സ് അതിൻ്റെ ഒപ്പം വി ഹാവ് ടു ഓപ്പൺ അപ്പ് കേരളത്തിനെ റെഡി ഫോർ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് പല റൂൾസിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ. നമ്മളുടെ ക്വാളിറ്റി നമുക്കറിയാം, ബുദ്ധിയും പഠിപ്പുമുള്ള കുട്ടികളുണ്ട്. ഇവരെല്ലാവരും വേറെ സംസ്ഥാനത്ത് പോയിട്ട് നല്ല ജോലി ചെയ്യുന്നു. അതുപോലെ കേരളത്തിനും ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളൊരു ഹൈ കോസ്റ്റ് എക്കോണമിയാണ്. ഇവിടെ വന്നിട്ട് കാശ് ചിലവാക്കാൻ നമ്മൾ വി ഹാവ് ടു ഗ്യാരണ്ടി സർട്ടൻ തിങ്സ്. ഒരു ഇൻഡസ്ട്രിയൽ പീസ് കൊടുക്കണം. എൻ്റെ അഭിപ്രായത്തോടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നമ്മൾ കൊണ്ടുവരണം. ഇൻവെസ്റ്റേഴ്സ് കാശ് ചിലവാക്കി സംസ്ഥാനത്തിൽ ഇറങ്ങിയ ശേഷം അവർക്ക് ഒരു ശല്യം, ഒരു പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് പാടില്ല. ആ പ്രൊട്ടക്ഷൻ ഗ്യാരണ്ടി ചെയ്യാൻ ഒരു ലോ കൊണ്ടുവരണം. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനൊരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടാവണം. ദാറ്റ് പൊളിറ്റിക്കൽ വിൽ ഇസ് സംടൈംസ് മിസ്സിംഗ് എന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ദർ വിൽ ബി മോർ ബിസിനസ്സസ് ഹിയർ, മോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് മോർ ഓപ്പൺ ഫോർ കേരള യൂത്ത്. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. Thank you so much, and so much of detailing into it, and we will wrap it up right now because it's like it is getting on and on. Yeah, it's already getting time. So one final one, it's a false, fun, witty, fictional one. നമ്മുടെ സിസ്റ്റത്തിന് ഇതിന് പോസിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു സിനിമ പറയുന്നുണ്ടായിരുന്നു ഇതിന് പോസിബിലിറ്റി ഉണ്ടോ. സോ ഐ എം മേക്കിംഗ് ദറ്റ് ക്വസ്റ്റ്യൻ ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ്. വേർ ഐ എം കമ്മിങ് ഫ്രം ഇസ് ഫ്രം ദാറ്റ്. If you've been given an opportunity, if you've been given as an opportunity to be the CM of the state for a day, what would be the top 3 priorities? I would say no thank you, because no one can change the world in one day. അത് ദൈവം കൂടി 7 ദിവസം എടുത്തു എന്നല്ലേ ക്രിസ്ത്യൻ വിശ്വാസം. അപ്പോൾ ഒരു ദിവസത്തെ വേണ്ടി മുഖ്യമന്ത്രി ആരും ആക്കണ്ട, അത് എനിക്കും വേണ്ട. താങ്ക് യു ഓൾ വെരി മച്ച്.